UDFന് വൻ വിജയമുണ്ടാകുമെന്ന എക്സിറ്റ് പോൾ സർവേകൾ തള്ളി LDF. ഏജൻസികൾ നടത്തുന്ന സർവേകൾ വിശ്വാസയോഗ്യമല്ല എന്നാണ് LDF നേതാക്കളുടെ പ്രതികരണം. സർവേ റിപ്പോർട്ടുകളെക്കാൾ മികച്ച വിജയമാണ് UDF അവകാശപ്പെടുന്നത്. അതേസമയം കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുണ്ടെന്ന് NDAയും LDFും UDFും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കും. വോട്ടെണ്ണലിന് മണിക്കൂറുകൾക്ക് മുൻപ് വന്ന എക്സിറ്റ് പോളുകൾ ഏറ്റവുമധികം രാഷ്ട്രീയ ഞെട്ടലുണ്ടാക്കിയത് കേരളത്തിലായിരുന്നു. LDF കേരളത്തിൽ സംപൂജ്യരാകുമെന്ന് പ്രവചിച്ച സർവേകളായിരുന്നു ചർച്ചയായത്. കഴിഞ്ഞ തവണത്തെ 19 സീറ്റ് എന്ന നേട്ടത്തിൽ നിന്ന് പിന്നോട്ട് പോകുമെങ്കിലും UDF തരംഗമുണ്ടെന്നും സർവേകൾ പറഞ്ഞു. എന്നാൽ പ്രവചനങ്ങൾക്കപ്പുറം സീറ്റ് നേടുമെന്നാണ് UDF നേതാക്കളുടെ ആത്മവിശ്വാസം. എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ലെന്നും കേരളത്തിൽ 2020 നേടുമെന്നും രമേശ് ചെന്നിത്തല. എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 1000 സാമ്പിൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്ന നടപടിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. സംപൂജ്യരാകുമെന്ന സർവേകളുടെ പ്രവചനത്തെ രാഷ്ട്രീയമായിട്ടാണ് LDF പ്രതിരോധിക്കുന്നത്. എക്സിറ്റ് പോളുകളിലെ ചില നിരീക്ഷണങ്ങൾ സംശയാസ്പദമാണെന്ന് LDF നേതാക്കൾ പ്രതികരിച്ചു. കേരളത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നേടുമെന്നും വോട്ടെണ്ണലിന് ശേഷം സ്ഥിതി വേറെയാകുമെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. എക്സിറ്റ് പോൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. 2014-ലും 2019-ലെയും തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായൊരു വികാരം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മോഡിക്ക് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഉണ്ടായിരുന്നു. ആ തരംഗം ഈ തെരഞ്ഞെടുപ്പിലില്ല. ഇല്ലെന്ന് മാത്രമല്ല, തണുത്ത പ്രതികരണമായിരുന്നു പല സ്ഥലത്തും ഉണ്ടായിരുന്നത്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലെ തിരിച്ചടി തള്ളുമ്പോഴും കോൺഗ്രസിനെ ജമാഅത്തെ ഇസ്ലാമിയും SDPയും ചിലയിടങ്ങളിൽ RSSും പിന്തുണച്ചുവെന്ന പരാമർശങ്ങളിലൂടെ CPM നേതൃത്വം ഇപ്പോഴേ പ്രതിരോധ ആയുധവും സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് NDAയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്ന പ്രവചനം LDFനെയും UDFനെയും ഒരേപോലെ ആശങ്കപ്പെടുത്തുന്നതാണ്. 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.